വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആസൂത്രണം ചെയ്ത പ്രതിഷേധം ദില്ലിയിൽ തുടരുന്ന ഒരു സാഹചര്യം. അതിൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ നടക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം നടന്ന നീക്കം അപ്രതീക്ഷിതമായിരുന്നു. അതുപോലെ തന്നെ മാർച്ചിലും മറ്റും ആക്രമണങ്ങളും മറ്റും ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ കൂടുതൽ CRPF കമ്പനികളെ വിന്യസിക്കാൻ കേന്ദ്രം ഉത്തരവിട്ടു. ഇത് പ്രകാരം 20 കമ്പനികൾ ബംഗാളിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. 20 കമ്പനി CRPF വിഭാഗം ദില്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പൊടുന്നനെയുള്ള മിന്നൽ പ്രതിഷേധങ്ങൾക്ക് മറവിൽ വലിയ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകളിലേക്കാണ് ഇത് പോകുന്നത്. വിവിധയിടങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുവാനായിട്ട് ഇതുപോലെയുള്ള സംഘടിത ശ്രമങ്ങൾ, അതായത് പൊതുമുതൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭീകരാന്തരം സൃഷ്ടിക്കുക, ഇതൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ദില്ലി പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ 20 കമ്പനി CRPF വിഭാഗങ്ങളെ കൂടി ഇപ്പോൾ ദില്ലിയിൽ വിന്യസിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.